എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലമാണ്. ദി ബേസ് ഓഫ് എ പ്രിസം ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 18 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 5 സെന്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് വോളിയം. ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലമാണ്. ഒരു പ്രിസം, അതിന്റെ ബേസ് എന്ത് ഷേപ്പാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പ്രിസമാണ്. ആ ബേസ് പെരിമീറ്റർ ആണ് 18 സെന്റിമീറ്റർ. അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പ്രിസത്തിന്റെ ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, അതായത് 3a എന്ന് പറഞ്ഞാൽ 18 സെന്റിമീറ്റർ. അതിന്റെ ഹൈറ്റ് എത്ര തന്നിട്ടുണ്ട്? 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ബേസ് പെരിമീറ്റർ 3a എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ a എന്ന് പറയുന്നത് 18/3, അതായത് ബേസ് എഡ്ജിന്റെ നീളം 18/3, അതായത് 6 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എത്രയാണ്? 5 സെന്റിമീറ്റർ. ഇനി ബേസ് ഏരിയ ഫോർമുല അറിയാം. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം ഓഫ് ദി പ്രിസം. ബേസ് ഏരിയ എന്ന് പറയുന്നത് √3a²/4, ബിക്കോസ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ √3a²/4. അപ്പൊ √3 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 6 ആണ്. വൺ സൈഡ് ഓഫ് ദി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ബേസ് എഡ്ജ് 18നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 6 എന്ന് പറയുന്നത് ബേസ് എഡ്ജിന്റെ നീളമാണ്. ഇപ്പൊ √3 ഇൻറ്റു 6²/4. 6² എന്ന് പറഞ്ഞാൽ 36 ആണ്. 36/4 എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ 9√3 ആണ് ബേസ് ഏരിയ. അപ്പോൾ ബേസ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ വൺ എഡ്ജ് എന്ന് പറഞ്ഞാൽ ബേസ് പെരിമീറ്ററിന്റെ 1/3 ആണ്. അതാണ് 6 എന്ന് കിട്ടിയത്. അപ്പൊ √3a²/4, അതായത് √3 ഇൻറ്റു 6²/4 എന്ന് പറയുന്നതാണ് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ, അതായത് ബേസ് ഏരിയ. വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എത്രയാ? 5. അപ്പൊ 9√3 ഇൻറ്റു 5, ദാറ്റ് ഈസ് 45√3 സെന്റിമീറ്റർ ക്യൂബ് ആണ് ഈ പ്രിസത്തിന്റെ വോളിയം. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബേസ് പെരിമീറ്റർ വന്നു, ബേസ് എഡ്ജ് കണ്ടുപിടിച്ചു. ബേസ് പെരിമീറ്ററിന്റെ 3 സൈഡിന്റെയും കൂടി ലെങ്ത് ആണ് പെരിമീറ്റർ. √3a²/4 എന്ന് പറഞ്ഞ ഏരിയ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന്റെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വി ഗെറ്റ് ദി വോളിയം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ്. ദി ബേസ് ഓഫ് എ പ്രിസം ഈസ് എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 13, 14 ആൻഡ് 15. ഇത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ല, ഒരു ട്രയാങ്കിൾ ആണ്. അതിന്റെ 3 സൈഡ് 13, 14, 15 ആൻഡ് ഹൈറ്റ് 20 സെന്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് വോളിയം എന്നാണ്. അതായത് ഒരു ട്രയാങ്കുലർ പ്രിസമാണിത്, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ല. അപ്പൊ ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ 3 സൈഡ് തന്നു കഴിഞ്ഞാൽ ഏരിയ കാണാൻ നമുക്കറിയാം. അപ്പൊ ബേസ് എഡ്ജസ് ആർ 13 സെന്റിമീറ്റർ, 14 സെന്റിമീറ്റർ ആൻഡ് 15 സെന്റിമീറ്റർ. അപ്പൊ ദീസ് ആർ ദി ഗിവൺ ക്വാണ്ടിറ്റീസ്. ഒരു ഈക്വിലാറ്ററൽ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് 13, 14, 15, അതിന്റെ ഹൈറ്റ് 20. അപ്പൊ 3 സൈഡ്സ് തന്നു കഴിഞ്ഞാൽ ഏരിയ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പോ ബേസ് ഏരിയ ആണെങ്കിൽ ആദ്യം എസ് വേണം. എസ് എന്ന് പറഞ്ഞത് സെമി പെരിമീറ്റർ, പെരിമീറ്ററിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും കൂടി ആഡ് ചെയ്തിട്ട് ഹാഫ് എടുക്കുന്നത്. അപ്പൊ a+b+c/2, അതാണ് 13 പ്ലസ് 14 പ്ലസ് 15, 13 പ്ലസ് 14 പ്ലസ് 15/2, അതായത് 42/2. ദാറ്റ് ഈസ് 21 ഈസ് ദി വാല്യൂ ഓഫ് എസ്. ഇനി എസ് മൈനസ് എ, എസ് മൈനസ് ബി, എസ് മൈനസ് സി. എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്ററിൽ നിന്ന് ഫസ്റ്റ് സൈഡ് കുറച്ചു 8, സെമി പെരിമീറ്റർ സെക്കൻഡ് സൈഡ് കുറച്ചു 7, സെമി പെരിമീറ്റർ തേർഡ് സൈഡ് കുറച്ചു 6. അപ്പോൾ എസ് മൈനസ് എ 8, എസ് മൈനസ് ബി 7, എസ് മൈനസ് സി 6. അപ്പോൾ 3 സൈഡും സെമി പെരിമീറ്ററിൽ നിന്ന് കുറച്ച് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്, എസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ദി ബേസ് ഏരിയ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് എന്ന് പറയുന്നത് 21, എസ് മൈനസ് എ 8, എസ് മൈനസ് ബി 7, എസ് മൈനസ് സി 6. സോ റൂട്ട് ഓഫ് 21 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6, ദാറ്റ് ഈസ് ദി ഏരിയ. അത് നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 21 നമുക്ക് ഇങ്ങനെ എഴുതാം. 7 ഇൻറ്റു 3, 21 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 7 ഇൻറ്റു 3 എന്ന് കിട്ടും. 8 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2. അതുപോലെ 7 പ്രൈം നമ്പർ ആണ്. 6 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3. അപ്പൊ എത്ര 7 ഉണ്ടെന്ന് നോക്കിയേ? 2 7 ഉണ്ട്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 7 ഇൻറ്റു 7 7. അതുപോലെ എത്ര 2 ഉണ്ട്? 1 2 3 4 2 ഉണ്ട്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2. അതായത് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അതിന്റെ നേരെ
പകുതിയാണ് എടുത്തത്. 2 ഇൻറ്റു 2ന്റെ സ്ക്വയർ റൂട്ട് 2, വീണ്ടും 2 ഇൻറ്റു 2ന്റെ സ്ക്വയർ റൂട്ട് 2. പിന്നെ എന്തുണ്ട്? 2 3 ഉണ്ട്. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 3 ഇൻറ്റു 3 3. അപ്പൊ അത് കിട്ടി 7 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3, ദാറ്റ് ഈസ് 84 സെന്റിമീറ്റർ സ്ക്വയർ ഈസ് ദി ഏരിയ ഓഫ് ദി ബേസ്. അപ്പൊ ബേസ് ഏരിയ 84 കിട്ടി. ഹൈറ്റ് നമുക്ക് 20 ആണെന്നറിയാം. വോളിയമാണ് കാണാൻ പറഞ്ഞിരുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് 84 ഇൻറ്റു 20. ബേസ് ഏരിയ നമ്മൾ 84 എന്ന് കണ്ടുപിടിച്ചു, ഇൻറ്റു 20. അപ്പൊ അവിടെ ഏരിയ ഓഫ് ദി ബേസ് കാണുന്ന ഫോർമുല മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് √3a²/4 എടുത്തു. ഇവിടെ 3 സൈഡ്സ് ആണ് വന്നിരുന്നത്. അതുകൊണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ഹെറോൺസ് ഫോർമുല √s × s - a × s - b × s - c എടുത്തു. അങ്ങനെ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് 84 ഇൻറ്റു 20, ദാറ്റ് ഈസ് 1680 സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം ഓഫ് ദി പ്രിസം. ഒരു പ്രോബ്ലം കൂടെ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിലെ, തേർഡ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലം ഇതാണ്. There is a hexagonal pit in the school ground to collect rainwater. Each side of the hexagon is 2 meter and its depth is 3 meter. It now contains water 1 meter deep. 1 meter ആഴത്തിൽ വെള്ളമുണ്ട്. How much liter is it? എത്ര ലിറ്റർ വെള്ളമുണ്ട്? And how much more water can it contain? അതിനകത്ത് ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി കളക്ട് ചെയ്യാൻ പറ്റും? How much more water it can collect? അപ്പൊ എത്ര ലിറ്റർ വെള്ളം കൂടി അതിൽ കൊള്ളും? നിലവിൽ എത്ര ലിറ്റർ ഉണ്ട്? അപ്പോ എന്ത് പിറ്റാണിത്? റെഗുലർ ഹെക്സഗണൽ പിറ്റാണ്. ഒരു റെഗുലർ ഹെക്സഗണൽ പിറ്റാണ്. അതിന്റെ ഓരോ എഡ്ജും എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 മീറ്റർ. 2 മീറ്റർ ആണ്. ഈച്ച് സൈഡ് ഓഫ് ദി ഹെക്സഗൺ ഈസ് 2 മീറ്റർ. സോ ഇറ്റ് ഈസ് എ റെഗുലർ ഹെക്സഗണൽ പിറ്റ്. അപ്പൊ നമുക്ക് അതിന്റെ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. എന്താ നോക്കുക? ഒരു റെഗുലർ ഹെക്സഗണൽ പിറ്റാണ്. അതിന്റെ ഓരോ എഡ്ജും 2 മീറ്റർ വീതമാണ്. അതില് കണ്ടോ 1 മീറ്റർ ഹൈറ്റില് വെള്ളമുണ്ട്. ഇപ്പൊ 1 മീറ്റർ ഹൈറ്റില് വെള്ളമാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇത് എത്ര ലിറ്റർ ഉണ്ട്? അപ്പൊ ഇത്രയും പാർട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പ്രസമാണ്, ഒരു റെഗുലർ ഹെക്സഗണൽ പ്രസം. അതിന്റെ ഹൈറ്റ് 1 മീറ്റർ ആണ്. ബേസ് എഡ്ജ് എന്നുള്ള 2 മീറ്റർ ആണ്. അപ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അതിന്റെ വോളിയം. അപ്പോൾ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഹൗ മെനി ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ഇറ്റ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളം നിലവിലുണ്ട്? ദാറ്റ് മീൻസ് വോളിയം ഓഫ് ദിസ് 1 മീറ്റർ ഹൈ റെഗുലർ ഹെക്സഗണൽ പിറ്റ്. ആ റെഗുലർ ഹെക്സഗണന്റെ വോളിയം, അതായത് സമഷഡ്ഭുജ സ്തംഭത്തിന്റെ വോളിയം, അതിന്റെ ഹൈറ്റ് 1 മീറ്റർ എടുത്താൽ മതി. അപ്പോൾ വോളിയം കാണാൻ നീ എന്ത് വേണം? ബേസ് ഏരിയ വേണം. അപ്പൊ ബേസ് ഏരിയ കണ്ടുപിടിക്കാം. A 2 മീറ്റർ ആണ്. ബേസ് എഡ്ജിന് A എന്നെടുക്കും. ഹൈറ്റ് 1 മീറ്റർ ആണ് എടുത്തത്, കാരണം വെള്ളം 1 മീറ്റർ ഹൈറ്റിലേ ഉള്ളൂ. അപ്പോൾ 6 ഇൻറ്റു √3a²/4 ആണ് ഏരിയ. ബേസ് ഏരിയ എന്ന് പറയുന്നത് 6 ഇൻറ്റു ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയയുടെ 6 ടൈംസ് ആണ് റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ. അപ്പോൾ 6 ടൈംസ് √3a²/4. അപ്പോൾ √3 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പോൾ 6 ഇൻറ്റു √3 ഇൻറ്റു 2²/4. ക്ലിയർ ആയ പറഞ്ഞത്? 6 ഇൻറ്റു √3 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 2, കാരണം ബേസ് എഡ്ജ് 2 ആണ്. അപ്പോൾ 6 ഇൻറ്റു √3 ഇൻറ്റു 2² 4 ആണ്. അപ്പോൾ 4/4 ആകുമ്പോൾ വെട്ടിപ്പോകും. ബാക്കി 6 √3 meter square is the base area of the pit. Volume, base area into height 1 ആണ്. അപ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു 6√3 ഇൻറ്റു 1, ദാറ്റ് ഈസ് 6√3 മീറ്റർ ക്യൂബ്. √3യുടെ വാല്യൂ കൊടുക്കാം. 1.732 ആണ് √3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ. അപ്പൊ 6 ഇൻറ്റു 1.732 എന്ന് പറയുമ്പോൾ 10.392 ക്യൂബിക് മീറ്റർ. തന്നിരിക്കുന്ന അളവെല്ലാം മീറ്ററിലായതുകൊണ്ട് വോളിയം മീറ്റർ ക്യൂബിലാണ് കിട്ടുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്നാണ്. അപ്പൊ ക്യൂബിക് മീറ്ററിനെ ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സൈസ് ഉള്ള ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും 1 മീറ്റർ വരുന്ന ടാങ്ക്. അതിൽ കൊള്ളുന്ന വെള്ളമാണ് 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ, അതായത് 1000 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പൊ മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10.392 മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ 10.392 ഇൻറ്റു 1000 ലിറ്റർ. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 3 ഡെസിമൽ പ്ലേസ് റൈറ്റിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ 10,392, ഈ ഡെസിമൽ പ്ലേസ് ഇവിടെ മാറി ഇവിടെ വരും. അതായത് 10,392
ലിറ്റർ വാട്ടർ ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ പിറ്റിൽ ഇപ്പോൾ നിലവിൽ 1 മീറ്റർ ഹൈറ്റിൽ വെള്ളമുണ്ട്. അത് എത്ര ലിറ്റർ ഉണ്ട്? 10,392 ലിറ്റേഴ്സ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ലിറ്റർ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിക്കാം, എത്ര ലിറ്റർ വെള്ളം കൂടി കളക്ട് ചെയ്യാം. അപ്പോൾ അവിടെ നോക്കേണ്ടത് ബാക്കിയുള്ള റിമൈനിങ്, അതായത് 1 മീറ്റർ ഹൈറ്റിൽ 10,392 ലിറ്റർ ഉണ്ട്. അപ്പോൾ ബാക്കി 2 മീറ്റർ ഹൈറ്റ് അല്ലേ ഉള്ളത്. അപ്പോൾ 2 മീറ്റർ ഹൈറ്റിൽ എത്ര ലിറ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടോയ്സ് ഡയറക്റ്റ് വേണമെങ്കിൽ കണക്കായിട്ട് പറയാം. അല്ലെങ്കിൽ വോളിയം ഓഫ് ദിസ് 2 മീറ്റർ ഹൈറ്റ് ഓഫ് ദിസ് റെഗുലർ എക്സ്റ്റേണൽ പ്രിസം, അതായത് റെഗുലർ എക്സ്റ്റേണൽ പ്രിസത്തിന്റെ 2 മീറ്റർ ഹൈറ്റ്, ആകെ 3 മീറ്റർ ഹൈറ്റ് ആണ്. 1 മീറ്റർ വെള്ളത്തിന്റെ വോളിയം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ബാക്കി 2 മീറ്റർ ഹൈറ്റ്. അപ്പോൾ 2 മീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മോർ വാട്ടർ ചെയ്യാൻ കഴിയുന്ന വോളിയം ഓഫ് 2 മീറ്റർ ഓഫ് ദി പിറ്റ്. And base area already we have found out 10.39 6√3 meter cube. അപ്പോൾ 6√3 into height എത്രയാണ്? 2 മീറ്റർ ആണ്. കാരണം റിമൈനിങ് 2 മീറ്റർ ഉള്ളൂ അല്ലെ. മൊത്തം 3 മീറ്ററിൽ 1 മീറ്റർ വെള്ളമുണ്ട്. ബാക്കി വെള്ളം ഇല്ലാത്ത ഭാഗം മാത്രം എടുത്താൽ, വാട്ടർ ഇല്ലാത്ത ഭാഗം മാത്രം എടുത്താൽ അത് 2 മീറ്റർ ആണ്. അപ്പോൾ അതിന്റെ വോളിയം എന്ന് പറയുന്നത് 6√3 into 2. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ 6√3, height 2. So 6√3 into 2, that is 10.392 into 2. 3 meter cube ആണ്. അത് 20.784 cubic meter. അത് ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഡെസിമൽ പ്ലേസ് റൈറ്റിലേക്ക് മാറും. അപ്പോൾ 20,784 ലിറ്റർ വെള്ളം കൂടി ഇതിനകത്ത് കളക്ട് ചെയ്യാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ട് ഇത്രയും നമ്മൾ വിശദീകരിക്കണമെന്നില്ല. കാരണം 1 മീറ്റർ ഹൈറ്റിൽ ഇത്രയും വെള്ളമുണ്ട്. അതായത് 10,392 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ ബാക്കി 2 മീറ്റർ ഹൈറ്റിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടെന്ന് ചോദിച്ചാൽ ഇതിന്റെ ചോയ്സ് 10,392 into 2 എന്ന് എടുത്താലും 20,784 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ പ്രസത്തിന്റെ വോളിയം, അതായത് ബാലൻസ് വരുന്ന പ്രസത്തിന്റെ വോളിയം, അത് ഹൈറ്റ് 2 എന്ന് മാത്രം എടുത്താൽ ബാക്കി ബേസ് ഏരിയ സെയിം ആണ്. ഇപ്പോൾ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, അതായത് വോളിയം ഓഫ് ദി 2 meter height of the pit, അതായത് റെഗുലർ എക്സ്റ്റേണൽ പിറ്റിന്റെ 2 മീറ്റർ ഉയരത്തിലുള്ള അത്രയും പാർട്ടിന്റെ വോളിയം, അത് 20,784 ലിറ്റർ ആണ്. അപ്പോൾ ഇനി എത്ര ലിറ്റർ വെള്ളം കൂടി കളക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ 20,784 ലിറ്റർ വാട്ടർ കൂടി കളക്ട് ചെയ്യാം. ഇപ്പൊ നിലവിൽ 10,392 ലിറ്റർ വാട്ടർ ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thank you.